സംസ്ഥാനത്ത് സിന്തറ്റിക് മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിച്ചതായി പോലീസ് എക്സൈസ് വകുപ്പുകൾ. പിടികൂടുന്ന ലഹരി ഉൽപ്പന്നങ്ങളിൽ 70% സിന്തറ്റിക് മയക്കുമരുന്നുകളായി മാറിയെന്നാണ് കണക്ക്. ലഹരി ഇടനിലക്കാരാകുന്ന പെൺകുട്ടികളുടെ എണ്ണവും വർദ്ധിച്ചു. കേരളത്തിലെ വർദ്ധിക്കുന്ന ലഹരി ഉപയോഗം സംബന്ധിച്ച മീഡിയ 1 പരമ്പര തുടങ്ങുന്നു. കഴിഞ്ഞ വർഷം എക്സൈസ് വകുപ്പ് കോഴിക്കോട് ജില്ലയിൽ പിടികൂടിയത് 85 ഗ്രാം MDMA മാത്രമാണ്. എന്നാൽ ഈ വർഷം ഇതുവരെ പിടികൂടിയത് 3440 ഗ്രാം MDMA ആണ്. സിന്തറ്റിക് ഡ്രഗുകളുടെ വ്യാപനത്തിന്റെ വ്യാപ്തി തെളിയിക്കുന്നതാണ് ഈ കണക്ക്. കൈമാറാൻ കഴിയുന്നതിലെ സൗകര്യം ഉൾപ്പെടെ പല കാരണങ്ങളും ഇതിനുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. ഇപ്പം നമുക്ക് കണ്ടുകിട്ടുന്ന കേസുകൾ കൂടുതൽ മെത്താംഫെറ്റമിൻ, LSD ഒക്കെ ഇപ്പോൾ ശരിക്കും ഔട്ട്ഡേറ്റഡ് ആയ രീതിയിലാണ്. കൂടുതലും നമുക്ക് കിട്ടുന്ന മെത്താംഫെറ്റമിൻ, MDMA ആ ഒരു കാറ്റഗറിയിലേക്ക് പോയി കഴിഞ്ഞു. ഇതിൻ്റെ ഉപയോഗത്തിനുള്ള ഒരു അല്ലെങ്കിൽ അത് ഒളിച്ചു വെക്കാനുള്ള ഒരു സുതാര്യതയായിരിക്കാം, അവൈലബിലിറ്റി ആയിരിക്കാം, പിന്നെ ഫീസിബിലിറ്റി കിട്ടുന്നതിനുള്ള ഫീസിബിലിറ്റി ആയിരിക്കാം. അപ്പം അടുത്ത കാലത്തായിട്ട് നമ്മൾ കണ്ടിരിക്കുന്ന കേസുകൾ ഇപ്പോൾ നമ്മളൊരു 100 കേസുകൾ എടുക്കുകയാണെങ്കിൽ ഏകദേശം 70ഓളം കേസുകളും നമുക്കിപ്പം മെത്താംഫെറ്റമിനുമായി ബന്ധപ്പെട്ട കേസുകളാണ് നമുക്ക് കണ്ടെത്താം. 35 വയസ്സിന് താഴെയുള്ളവരാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരിൽ കൂടുതലും. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി വ്യാപനവും വർദ്ധിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിക്കുന്നവരിലും കൈമാറ്റം ചെയ്യുന്നവരിലും വനിതകളുടെ എണ്ണവും വർദ്ധിച്ചു. സ്ത്രീകളിപ്പോൾ നിലവിലിപ്പോൾ പുതിയ കേസുകളൊക്കെ നോക്കുമ്പോൾ സ്ത്രീകളുടെ പങ്കാളിത്തമുള്ളതായിട്ട്, സ്ത്രീകളെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് ഇത് നേരത്തെ പറഞ്ഞ പോലെ യുവതികളുടെ ചെറിയ പെൺകുട്ടികളുടെ, അതായത് ഒരു ബിറ്റ്വീൻ 20 to 30 ഇയേഴ്സിൽ വരുന്ന പെൺകുട്ടികളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉള്ളതായിട്ട് നമുക്ക് പല കേസുകളും കാണുന്നുണ്ട്. ചതിക്കപ്പെടുന്നതാണോ അതോ ഒരു മറയായിട്ട് ഉപയോഗിക്കുന്നതാണോ അവരെ അറിഞ്ഞുകൊണ്ട് വരുന്നതാണോ, നമുക്ക് ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ഉപയോഗിക്കുന്നവരുണ്ട്, ഇതിലൊക്കെ നമുക്ക് പിടിക്കപ്പെട്ട ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ നമുക്കതും നിഷേധിക്കാൻ കഴിയില്ല. പോലീസും എക്സൈസും പരിശോധനകളും മറ്റ് നടപടികളും വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിലും അതിലും വലുതാണ് വ്യാപനമെന്നാണ് കരുതുന്നത്. സമൂഹം ഒന്നാകെ കൈകോർത്താൽ മാത്രമേ ലഹരി എന്ന വിപത്തിൽ നിന്ന് പുതിയ തലമുറയെ രക്ഷിക്കാനാകൂ എന്നാണ് ലഹരി വ്യാപനം തടയാൻ ചുമതലയുള്ള സർക്കാർ വകുപ്പുകളും പറയുന്നത്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്. അപ്പോൾ അങ്ങേയറ്റം ഭീതി പരത്തുന്ന ഒരു വാർത്ത കൂടിയാണ്. കാരണം ലഹരിയുടെ ഉപയോഗം അങ്ങേയറ്റം കൂടുമ്പോൾ ഏറ്റവും അധികം പേടിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ വഴിതെറ്റുമോ എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നമുക്ക് കോഴിക്കോടേക്ക് തന്നെ പോകാം. എന്താണ് നിലവിലെ കാര്യങ്ങൾ എന്നൊക്കെ വിശദമായി തന്നെ അറിയാം. ടി നന്ദഗോപാൽ വിവരങ്ങൾ നൽകും. നന്ദഗോപാൽ, ഒരു ലഹരി വ്യാപനം എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പേടിപ്പെടുത്തുന്ന ഒരു സംഗതി കൂടിയാണ്. അതിനപ്പുറത്തേക്ക് നിലവിൽ ഇപ്പോൾ നമുക്കറിയാം, നഗര-ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ അല്ലെങ്കിൽ ലഹരി വിൽക്കുന്നവരുടെയൊക്കെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് നമ്മളിങ്ങനെ വാർത്തകളിലൂടെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. വലിയൊരു അവബോധം ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അതിനപ്പുറത്തേക്ക് നിയമ സംവിധാനങ്ങളൊക്കെ ശക്തമായി ഉണർന്ന് പ്രവർത്തിക്കുകയും വേണം. നിലവിൽ ജില്ലയിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഈ കണക്കുകൾ എങ്ങനെയാണ്? അതായത് സംസ്ഥാനത്ത് ഉൾപ്പെടെ ലഹരി വ്യാപനം ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മീഡിയ 1 ഇത്തരത്തിലൊരു പരമ്പര തുടങ്ങുകയും ചെയ്തത്. ഇതിൻ്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള കണക്കാണ്, വളരെയധികം ഞെട്ടിക്കുന്ന കണക്കാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനനുസരിച്ച് കഴിഞ്ഞ വർഷം 85 ഗ്രാം MDMA മാത്രമാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും പിടികൂടിയത്. പക്ഷേ ഇത്തവണ ഈ വർഷം ഇതുവരെ പിടികൂടിയത് 3400 ഗ്രാം MDMA ആണ്. അതായത് അത്രയും അധികം ഉപയോഗത്തിൻ്റെ തോത് വർദ്ധിച്ചു എന്നുള്ള വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കണക്കാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും അധികം അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യം, ഈ MDMA ഉപയോഗിക്കുന്ന പലരും 35 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. അതായത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരാണ് ഇതിൽ അടിമപ്പെട്ടു പോയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ പല പെൺകുട്ടികളും യുവതികളും കാരിയർമാരായി പോയി എന്നുള്ളതും ഈ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അവരെങ്ങനെയാണ് ഇതിൽ അകപ്പെട്ടു പോയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് അന്വേഷണം നടത്തുന്നത്. പല പെൺകുട്ടികളും ഉൾപ്പെടെയുള്ളവർ ചിലർ ഉപയോഗിക്കുന്നുണ്ട്, പലരും കാരിയർമാരാവുകയാണ്. അപ്പോൾ അതും വലിയ തോതിൽ ഭീതി പരത്തുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. സ്കൂൾ പരിസരങ്ങൾ, അതോടൊപ്പം തന്നെ കോളേജ് പരിസരങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ തോതിലുള്ള വിൽപ്പനയും നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. കഴിഞ്ഞ തവണ ഉൾപ്പെടെയുള്ള വാർത്തകളിൽ പല സ്ഥലങ്ങളിലും മുക്കം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ MDMA കിലോ കണക്കിനാണ് പിടികൂടിയത്. അതായത് സാധാരണഗതിയിൽ ഗ്രാമുകൾ മാത്രമാണ് പിടികൂടുന്നതെങ്കിൽ കഴിഞ്ഞ
തവണ മുക്കത്ത് ഉൾപ്പെടെ കിലോ കണക്കിന് MDMA പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരിയറായ വ്യക്തിയെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അയാൾ ഗുജറാത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അപ്പോൾ വ്യാപകമായ ഉപയോഗം MDMAയുമായി ബന്ധപ്പെട്ട ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കോഴിക്കോട് ജില്ലയിലെ മാത്രം കണക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സംസ്ഥാനത്തുടനീളം ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ വലിയ തോതിൽ ഉണ്ടാകും. അത് വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യമാകും എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും എക്സൈസ് വകുപ്പ് ഉൾപ്പെടെയുള്ളവർ ശക്തമായ പ്രതിരോധം തീർക്കുന്നുണ്ട്. ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയും അന്വേഷണം തടയുന്നതിന് വേണ്ടിയും കാര്യമായ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം പൂർണ്ണമായും ഇത് തടയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അതോടൊപ്പം സമൂഹത്തിലുള്ളവർ പോലും ഇതിനു വേണ്ടി കൈകോർത്ത് നിന്ന് ഇത് തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത്. അതായത് ചുറ്റിലുള്ളവർ ഇങ്ങനെയുള്ള ഉപയോഗം കണ്ടാൽ കൃത്യമായി അത് വിവരം കൊടുക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നാൽ മാത്രമേ കൃത്യമായ ഒരു നടപടിയിലേക്ക് എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ പോകാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഞെട്ടിക്കുന്ന കണക്കുകളാണ്. ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിരോധം വേണം, ശക്തമായ അന്വേഷണം വേണം.